Hi all. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The price of 4 pen and 3 pencil is 66 rupees. The price of 7 pen and 3 pencil is 111. അതായത് 111 rupees. What is the price of pen and pencil? അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യന്റെ അനുസരിച്ച് തന്നെ എക്സും വൈയും കൊടുക്കുക. ആർക്കാ ഇഷ്ടമുള്ള ആൾക്ക് എക്സ് കൊടുക്കാം, ഇഷ്ടമുള്ള ആൾക്ക് വൈ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് വിളിക്കാണ്. അതുപോലെ പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നത് എന്തെന്നാ വൈ ആയിട്ട് വിളിക്കാണ്. അപ്പൊ ക്വസ്റ്റ്യന്റെ ലാസ്റ്റിൽ നിന്ന് തന്നെ ആർക്ക്, അതായത് എത്ര പേർക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടുപേർക്കാണ് ഉണ്ടായിരുന്നത്, പെന്നിനും പെൻസിലിനും. എന്താ പറഞ്ഞേക്കണം, 4 പേന. അപ്പൊ ഒരു പേനയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 4 പേനയ്ക്ക് നമ്മൾ എന്താ ചെയ്യാറ്? 4x അല്ലെ. അതേപോലെ തന്നെ 3 പെൻസിൽ ഉണ്ട്. ഒരു പെൻസിലിന് വൈ ആണെങ്കിൽ 3 പെൻസിലിന് 3y. അപ്പൊ 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി ചേർന്ന് 66 രൂപ. ഇതേപോലെ തന്നെ അടുത്തത് പറയണം നോക്കിയേ, 7 പേനയ്ക്കും അതേപോലെ തന്നെ 3 പെൻസിലും. അപ്പൊ ഒരു പേനയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 7 പേനയ്ക്ക് എന്ന് പറയുമ്പോൾ 7x. സോ 7x പ്ലസ് 3 പെൻസിൽ എന്ന് പറയുമ്പോൾ 3y ഈസ് ഈക്വൽ ടു 111. ഇപ്പൊ ഇവിടത്തെ കേസിൽ നമുക്ക് സുഖ, കാരണം എന്താ, വൈയിലത്തെ ക്വാണ്ടിറ്റി രണ്ടുപേരുടെ സെയിം ആ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷന് മറ്റേത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ 7x പ്ലസ് 3y ഈക്വൽ ടു 111 മൈനസ് 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66 കൊടുക്കാം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ 3y ക്യാൻസൽ ആയിപ്പോ 7x 4x പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 3x വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 111 66 പോയി കഴിഞ്ഞാൽ 45. അപ്പൊ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3x ഈക്വൽ ടു 45 കിട്ടിയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താ? 45 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 15 കിട്ടി. അതെ, കിട്ടിയില്ല ഒരെണ്ണം. അപ്പൊ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ പറയുമ്പോൾ ഇട്ട് കൊടുത്തോട്ടാ. 4x പ്ലസ് 3y ഈക്വൽ ടു 66. ഞാൻ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 7x പ്ലസ് 3y ഈക്വൽ ടു 111 അതിൽ ഇട്ട് കൊടുത്താലും സെയിം ആൻസർ കിട്ടാൻ പോകുന്നു. അതില് എക്സിന് 15 കിട്ടിയില്ലേ? അപ്പൊ 4 ഇൻറ്റു 15 പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പൊ 4 ഇൻറ്റു 15 ചെയ്യാം. 15 ഇൻറ്റു 4 60 പ്ലസ് 3y ഈക്വൽ ടു 66. എന്നിട്ട് 3y ഈക്വൽ ടു 66 നിന്ന് 60 മൈനസ് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു 6. സോ 3y ഈക്വൽ ടു 6 ആൻഡ് y ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് കിട്ടി. പേനയുടെ വില നമുക്ക് എക്സ് ആയിരുന്നു. ആ എക്സ് ഇപ്പൊ എന്താന്ന് കിട്ടി? 15 കിട്ടി. പെൻസിലിന്റെ വില വൈ ആയിരുന്നു. ആ വൈ എന്താന്ന് കിട്ടി? നമുക്കിപ്പോ 2 ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ പേനയുടെയും പെൻസിലിന്റെയും വില കണ്ടുപിടിക്കാം. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് നോർമലി പെരിമീറ്റർ എന്താ ഇക്വേഷൻ ഉള്ളത്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രിഡ്ത്ത് അല്ലെ. അപ്പൊ ഏതോ ഒരെണ്ണത്തിന്റെ അത് നമുക്ക് 26 തന്നേക്കാം. അതേപോലെ തന്നെ അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രിഡ്ത്ത്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഒരു റെക്ടാംഗിളിന് നമ്മള് എന്തെന്ന് കൊടുക്കാൻ പോവാ? നിങ്ങൾക്ക് എല് ബി എന്ന് കൊടുക്കാം, എക്സ് വൈ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ ഒരു റെക്ടാംഗിൾ ഉണ്ടല്ലോ, അതേപോലെ തന്നെ രണ്ടാമതൊരു റെക്ടാംഗിളിന്റെ കാര്യം ഇവര് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്തിന്റെ ട്വൈസ് ആണ് രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്. അതേപോലെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ബ്രിഡ്ത്തിന്റെ ത്രൈസ് ആണ്, 3 മടങ്ങാണ് രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ബ്രിഡ്ത്ത് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ പെരിമീറ്റർ 62 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ആൻഡ് ബ്രിഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ? അപ്പൊ കണ്ടുപിടിക്കേണ്ട ആൾക്കാരെ കിട്ടിയല്ലോ. ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രിഡ്ത്തും. എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് എക്സ് കൊടുക്കാം, ഒരാൾക്ക് വൈ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാനിവിടെ ലെങ്ത്തിന് എക്സും അതേപോലെ തന്നെ ബ്രിഡ്ത്തിന് വൈയും കൊടുത്തു. ആദ്യത്തെ റെക്ടാംഗിളും രണ്ടാമത്തെ റെക്ടാംഗിളും തമ്മിലുള്ള ബന്ധം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്ത്തിന്റെ 2 മടങ്ങാണ് പുതിയ റെക്ടാംഗിളുടെ ലെങ്ത്. 2 മടങ്ങ് ട്വൈസ് എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? 2x അല്ലെ. അതേപോലെ തന്നെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ബ്രിഡ്ത്തിന്റെ ത്രൈസ് ആണ്. ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ്. അപ്പൊ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ബ്രിഡ്ത്ത് y. അപ്പൊ അതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോ
3y കിട്ടി. ഇത്രയും നമുക്ക് ഓക്കെ അല്ലേ? ഇനി തന്നിട്ടുള്ളത് വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടാ. ആദ്യത്തെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാ? 26. രണ്ടാമത്തേന്റെയോ 62. ഇത് രണ്ടും ഒന്ന് സോൾവ് ചെയ്ത് ഇക്വേഷൻ കിട്ടും നമുക്ക്. അപ്പൊ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ആദ്യത്തെ റെക്ടാങ്കിളിന്റെ കേസിൽ ലെങ്ത് x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 26 കിട്ടി. അവിടെ നിന്ന് ഈ 2 നമുക്ക് അപ്പുറത്തേക്ക് ഡിവിഷൻ കൊടുക്കാലോ. അപ്പൊ അവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 26 ഡിവൈഡഡ് ബൈ 2 13 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെയും ചെയ്യാലോ. 2 ഇൻറ്റു രണ്ടാമത്തെ കേസിൽ ലെങ്ത് എന്താ? 2x. സോ 2x കൊടുത്തു. ബ്രെഡ്ത്ത് എന്താ? 3y. 3y ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് നമുക്ക്? 62 തന്നിട്ടുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്താം? ഈ 2 അപ്പുറത്തേക്ക് ഡിവിഷൻ കൊടുക്കാം. 2x പ്ലസ് 3y ഈക്വൽ ടു 62 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 31. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 കിട്ടിയല്ലോ. ഇതില് വന്നിട്ട് നമുക്ക് എന്താ? എക്സുകളുടെ കോഎഫിഷ്യന്റും സെയിം അല്ല, വൈകളുടെ സെയിം അല്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ സെയിം ആക്കാം. അത്രേ ഉള്ളൂ കേട്ടാ. ആരെങ്കിലും ഒരാൾ സെയിം ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അപ്പൊ ഇക്വേഷൻ നമ്പർ 2 അങ്ങനെ തന്നെ എഴുതാം. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, ആ 1 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ജസ്റ്റ് ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാട്ടെ ഞാൻ. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുമ്പോ കിട്ടുന്നത് ആൾക്കാരായിരിക്കുക, അതായത് 2x പ്ലസ് 2y ഈക്വൽ ടു 13 ഇൻറ്റു 2 26. എനിക്കൊരു ഇക്വേഷൻ കിട്ടിയില്ല. പിന്നെ ഓൾറെഡി നമ്മളുടെ ഈ ഇക്വേഷൻ തന്നെ ഏതാത്? 2x പ്ലസ് 3y ഈക്വൽ ടു 31. അപ്പോഴും ഞാൻ ചെയ്യാൻ പോണത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പുതിയതായിട്ട് ഫസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇല്ലേ, അത് വെച്ച് മൈനസ് ചെയ്യാൻ പോവാട്ടാ. 2x പ്ലസ് 2y ഈക്വൽ ടു 26 ചെയ്തു. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, 2x മൈനസ് x 2x എത്രയായത്? 0 ആയിപ്പോ. 3y മൈനസ് 2y എന്താ? y കിട്ടിയില്ലേ? y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 31 മൈനസ് 26 5 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y വാല്യൂ കിട്ടിയില്ലേ? y വാല്യൂ 5 കിട്ടിയാൽ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 എന്താ? x പ്ലസ് വൈ ഈക്വൽ ടു 13 അല്ലെ? അവിടെ വൈക്ക് പകരം 5 ഇട്ട് കൊടുക്കൂ. അതായത് x പ്ലസ് വൈ ഈക്വൽ ടു 13 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ x പ്ലസ് വൈക്ക് പകരം 5 ഈക്വൽ ടു 13 കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു 13 നിന്ന് 5 കുറച്ചാൽ 8 കിട്ടി. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ കാര്യങ്ങളൊക്കെ എന്താ? നമ്മളുടെ x കിട്ടി, y കിട്ടി, അത് തന്നെ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. നമ്മളുടെ ഒറിജിനൽ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അത് നമുക്ക് x ആയിരുന്നു. ലെങ്ത് എന്ന് പറയുന്നത് x ആയിരുന്നു, ആ x 8 ആണ് കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 ആയിരുന്നു, അല്ല y ആയിരുന്നു, ആ y-നെ നമുക്ക് 5 എന്ന് കിട്ടി. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാട്ടാ. ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ 8 പ്ലസ് 5 13. 13 ഇൻറ്റു 2 26 ശരിയാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ലെങ്ത്തും ബ്രെഡ്ത്തും ശരിയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാലോ. ഓക്കെ, താങ്ക് യു.